ഈ ചാനൽ കാണുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് 2 ഘട്ടങ്ങളുണ്ട് എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ഒന്ന്, തന്റെ കാന്തയായ സഭയെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളുവാൻ കർത്താവ് ആദ്യം വരുന്നു. ഈ മേഘപ്രത്യക്ഷതയ്ക്ക് പറയുന്ന പേരാണ് ഉൽപ്രാവണം അഥവാ കൂട്ടിച്ചേർക്കൽ. കാരണം കർത്താവ് തന്റെ സഭയെ പെട്ടെന്ന് തന്നോട് ആകാശമേഘങ്ങളിൽ എതിരേൽക്കാൻ വിളിച്ചു ചേർക്കുകയാണ്. ഈ വരവിൽ തന്റെ പാദങ്ങൾ ഭൂമിയിൽ സ്പർശിക്കുന്നില്ല. അവിടുന്ന് നമ്മെ ആകാശമേഘങ്ങളിൽ എതിരേൽക്കും. 1 തെസ്സലോനിക്കർ ലേഖനം 4 അധ്യായം 17 വാക്യം. 2, കർത്താവ് വീണ്ടും മഹോദ്രവകാലത്തിന്റെ ഒടുവിൽ വരും. കർത്താവിന്റെ ദിവസം എന്നാണ് ഈ വരവിനെ കുറിച്ച് ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ വരവിൽ കർത്താവിന്റെ കാൽ ഭൂമിയിൽ വളരെ നാടകീയമായി തന്നെ തൊടും. അന്ന് ഒലിവുമല 2 പിളരും. സക്രിയ പ്രവാചകന്റെ പുസ്തകം 14 അധ്യായം 4 വാക്യം. ദൈവവചനം പറയുന്നത് കർത്താവിന്റെ വരവിന്റെ ഈ 2 ഘട്ടങ്ങളും വ്യത്യസ്തങ്ങളാണെന്നാണ്. അതിനാൽ അതിനെ ഒന്നായി കാണാൻ കഴിയുകയില്ല. തന്റെ സഭയ്ക്ക് വേണ്ടി കർത്താവ് വരുന്ന ഉൽപ്രാവണമാണ് വരവിന്റെ 1-ാം ഘട്ടം. മഹോദ്രവത്തിന്റെ ഒടുവിൽ പ്രാഥമികമായും ഇസ്രായേലിനെ വിടുവിക്കുവാൻ കർത്താവ് ഇറങ്ങി വരുന്നതാണ് കർത്താവിന്റെ ദിവസം. ഉൽപ്രാവണവും കർത്താവിന്റെ ദിവസവും തമ്മിൽ തിരുവെഴുത്തുകൾ നിലനിർത്തുന്ന വ്യക്തമായ വ്യത്യാസങ്ങൾ ഞാൻ പങ്കുവയ്ക്കട്ടെ. ഉൽപ്രാവണം, കർത്താവ് രഹസ്യമായി വരും. 1 കൊരിന്ത്യർ 15:51. ഒരു മർമ്മം അല്ലെങ്കിൽ മറയ്ക്കപ്പെട്ട സത്യമെന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അവിടുന്ന് മുൻ അടയാളങ്ങളോടെയല്ല ആഗതനാകുന്നത്. 1 കൊരിന്ത്യർ 15:52 1 തെസ്സലോനിക്കർ ലേഖനം 4 അധ്യായം 16 വാക്യവും. ആകാശത്തിൽ തന്റെ മണവാട്ടിയായ സഭയെ താൻ എതിരേൽക്കും. 1 തെസ്സലോനിക്കർ ലേഖനം 4 അധ്യായം 17 വാക്യം. തന്റെ വരവിൽ കണ്ണീരിന്റെ സൂചനയില്ല. താൻ വരുന്നത് വരുവാനുള്ള കോപത്തിൽ നിന്നും നമ്മെ രക്ഷിക്കാനാണ്. 1 തെസ്സലോനിക്കർ ലേഖനം 1 അധ്യായം 10 വാക്യം. ദൈവം നമ്മെ കോപത്തിനല്ല നിയമിച്ചിരിക്കുന്നത്. 1 തെസ്സലോനിക്കർ ലേഖനം 5 അധ്യായം 9 വാക്യം. ഉൽപ്രാവണം പീഡയ്ക്ക് മുൻപുള്ളതാണ്. തന്റെ വരവിന് മുൻപുള്ള മഹോദ്രവ കാലത്തിൽ നിന്നും രക്ഷ നേടുവാനുള്ള ഒരു മുൻ നിർദ്ദേശങ്ങളും അവിടുന്ന് നൽകുന്നില്ല. തന്റെ വരവിന് മുമ്പ് എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടും എന്നതിന് യാതൊരു സൂചനകളും ഇല്ല. കർത്താവിന്റെ വരവിൽ ക്രിസ്തുവിൽ മരിച്ചവർ തന്നെ എതിരേൽക്കാൻ ഉയർക്കും. 1 തെസ്സലോനിക്കർ ലേഖനം 4 അധ്യായം 16 വാക്യം. കർത്താവ് വിശുദ്ധന്മാരെ വിളിച്ചു ചേർക്കുവാൻ തന്റെ കാഹളം മുഴക്കും. 1 തെസ്സലോനിക്കർ ലേഖനം 4 അധ്യായം 16 വാക്യം. കർത്താവിന്റെ വരവിൽ 2 ഗണത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടെന്നാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. 1, ക്രിസ്തുവിൽ മരിച്ചവർ. 2, തന്റെ വരവിൽ ജീവനോടെ ശേഷിക്കുന്ന ക്രിസ്തുവിൽ ഉള്ളവർ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ക്രിസ്തുവിലുള്ളവർ ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോടൊപ്പം ആയിരിക്കും. അവിടുത്തെ വരവ് സന്തോഷത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ദിവസമായിരിക്കും. 1 തെസ്സലോനിക്കർ ലേഖനം 4 അധ്യായം 17 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഈ കർത്താവിന്റെ ദിവസത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ കർത്താവ് പരസ്യമായി വരുന്നു. മത്തായി 24:30. സകല ഗോത്രങ്ങളിൽ നിന്നും ഉള്ളവർ പുത്രനെ കാണും. താൻ വരും മുമ്പ് വിവിധ അടയാളങ്ങൾ കാണുവാൻ കഴിയും. മത്തായി 24:29 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേലിനെ രക്ഷിക്കുവാൻ കർത്താവ് ഭൂമിയിൽ നിൽക്കും. സക്രിയ പ്രവാചകന്റെ പുസ്തകം 12 അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അവിടുത്തെ വരവിൽ ഇസ്രായേലും മറ്റു രാഷ്ട്രങ്ങളും ഒരുപോലെ വിലപിക്കും. സക്രിയ പ്രവാചകന്റെ പുസ്തകം 12 അധ്യായം 10 മുതൽ 14 വരെയും. മത്തായി സുവിശേഷം 24 അധ്യായം 30 വാക്യം. കർത്താവ് മഹോദ്രവത്തിന് ശേഷം വന്ന് ദൈവകോപം ചൊരിയും. മത്തായി 24:29 വെളിപ്പാട് പുസ്തകം 6 അധ്യായം 16 മുതൽ 17 വാക്യങ്ങൾ. മഹോദ്രവ കാലത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനുള്ള നിർദ്ദേശങ്ങൾ വരവിന് മുമ്പേ നൽകപ്പെട്ടു. മത്തായി 24:16 മുതൽ 20 വാക്യങ്ങൾ. അവിടുത്തെ വരവിന് മുമ്പുള്ള 7 വർഷ
ശേഷത്തെ മഹോദരവകാലത്ത് എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടും. 2 തെസ്സലോനിക്കർ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യം. അവിടുത്തെ ഈ ആഗമനത്തിൽ മരിച്ചവരുടെ ഉയർപ്പ് പ്രതിപാദിച്ചിട്ടില്ല. തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൂട്ടിച്ചേർക്കുവാൻ ദൂതന്മാർ കാഹളം മുഴക്കും. മത്തായി 24:31. അവിടുത്തെ വരവിൽ 2 ഗണത്തിൽപ്പെട്ട ആളുകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. ഒന്ന്, മഹോദരവകാലത്തിൽ വിശ്വാസത്തിൽ വന്നവർ. സെക്രട്ടറി പുസ്തകം 12-ാം അധ്യായം 10 മുതൽ 14 വരെയും വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 1 മുതൽ 5 വരെയും. തന്റെ വരവിൽ അവനിൽ വിശ്വസിക്കാത്ത മറ്റൊരു കൂട്ടം. മത്തായി 24:37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിൽ വിശ്വസിച്ചവർ ഭൂമിയിൽ കർത്താവിനോടൊപ്പം ആയിരിക്കും. മത്തായി 24:37 മുതൽ 41 വരെ. വിലാപവും ഭയവും അവന്റെ വരവിന്റെ സവിശേഷതകളായിരിക്കും. മത്തായി 24:30. സെക്കരിയാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.